അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടരും എന്ന ചിത്രം 100 കോടി ക്ലബിലേക്ക് കയറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, തുടരും എന്ന ചിത്രം ഇന്ന് 100 കോടി ക്ലബിലേക്ക് കയറും എന്ന് തന്നെ. അപ്പോൾ ഇന്ന് 6 മണിക്ക് കൊണ്ടാട്ടം എന്ന് പറയുന്ന ഗാനം ഇറങ്ങുന്നുണ്ട്. ഇന്ന് തന്നെ വെച്ചത് ഈ 100 കോടി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും. അപ്പം ഇന്ന് അടിച്ചു പൊളിക്കാം, 6 മണിക്ക് അടിച്ചു പൊളിക്കാവുന്ന ഇത് തന്നെയാണ് വരുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ 6 മണി കഴിയുമായിരിക്കാം. അപ്പം പാട്ടൊക്കെ കണ്ട് എല്ലാവരും ആനന്ദലഹരിയിലാകുക. അപ്പം ഇതിനിടയിൽ എത്രാമത്തെ 100 കോടി ചിത്രമാണ് ലാലേട്ടൻ്റെ? ഞാൻ പലരും കമൻറ്റ് ചെയ്തിരുന്നു. ഇപ്പം മലയാളത്തിൽ നിന്ന് 4ാമത്തെ 100 കോടി ക്ലബ്ബാണ് ലാലേട്ടൻ്റെ. അതിലടുപ്പിച്ച് 2 എമ്പുരാനും തുടരും. ഇത് പല വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് 2018 പുലിമുരുകൻ തുടങ്ങുന്നതാണ് ഈ 100 കോടി ക്ലബ്ബ്. ലൂസിഫറെ, ആവേശം, പ്രേമലു, ആടുജീവിതം, ARM, മാർക്കോ, എമ്പുരാൻ തുടരും. ഈ 11 ചിത്രങ്ങളിൽ 4 ചിത്രങ്ങളും ലാലേട്ടൻ്റെയാണ് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട് മലയാളത്തിൽ നിന്ന്. മലയാളത്തിൻ്റെ ആദ്യത്തെ 100 കോടി എന്ന് പറയുന്നത് 2016 ഒക്ടോബറിൽ വൈശാഖി സംവിധാനം ചെയ്ത ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ എഴുതിയ പുലിമുരുകൻ 25 കോടി മുടക്കി 152 കോടി നേടിയ പുലിമുരുകൻ ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. പുലിമുരുകൻ്റെ ദിനങ്ങളായിരുന്നു. മാസങ്ങളോളം പുലിമുരുകൻ തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞു കോടി. അങ്ങനെ മലയാളത്തിന് ആദ്യമായിട്ട് ഒരു 100 കോടി ചിത്രം കിട്ടുന്നു പുലിമുരുകൻ. അതിനുശേഷം നിരവധി ചിത്രങ്ങൾ വന്നു. 2019 മാർച്ച് 28 30 കോടി ബഡ്ജറ്റിൽ ലാലേട്ടൻ്റെ തന്നെ ലൂസിഫർ 127 കോടി നേടി. അത് 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് തുടർക്കഥയാക്കി മാറ്റി. മഞ്ഞുമൽ ബോയ്സ് 2018, ആവേശം, പ്രേമലു, ആടുജീവിതം, ARM, അവസാനം മാർക്കോ, ഉണ്ണിമൂന്നൻ്റെ മാർക്കോ എന്നീ ചിത്രങ്ങൾ 100 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 2000 മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കഥ പറയുന്ന ചിത്രം, 2018 എന്ന് പറയുന്ന വെള്ളപ്പൊക്കം, ആസിഫ് അലിയുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, ടോവിനോയുണ്ട്. പുലിമുരുകൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സ്വന്തം ചിത്രമാണ്. ആവേശം ഫഹദ് ഫാസിൽ, ലൂസിഫർ ലാലേട്ടൻ്റെ വീണ്ടും ഒരു ചിത്രം, പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രം, പ്രേമലു നമ്മുടെ അശ്ലിൻ അവതരിപ്പിച്ച പ്രേമലു, ആടുജീവിതം പൃഥ്വിരാജിൻ്റെ ആടുജീവിതം, ARM ടൊവിനോയുടെ ARM, മാർക്കോ ഉണ്ണിമൂന്നൻ്റെ മാർക്കോ, അവസാനം എമ്പുരാനും തുടരും. ഈ ചിത്രങ്ങളിലെല്ലാം പ്രത്യേകത 100 കോടി ക്ലബിലേക്ക് ലാലേട്ടൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 250 കോടി ക്ലബ്ബുള്ളതും അതിന് ലാലേട്ടൻ്റെ പേരിലാണ്, എമ്പുരാൻ. ഇനിയും ഒരു 250 കോടി ക്ലബിലേക്കാണ് നമ്മൾ അടുത്ത ചിത്രം പ്രതീക്ഷിക്കുന്നത്, തുടരും എന്ന് ചെറിയ ചിത്രം. അപ്പോൾ ആദ്യത്തെ 100 കോടി, ആദ്യത്തെ 50 കോടി ദൃശ്യം, ആദ്യത്തെ 100 കോടി മോഹൻലാലിൻ്റെ തന്നെ പുലിമുരുകനും 150 കോടിയും പുലിമുരുകൻ, ആദ്യത്തെ 200 കോടി എന്ന് പറയുന്ന മഞ്ഞുമൽ ബോയ്സാണ്. അതുപോലെ ആദ്യത്തെ 250 കോടി എന്ന് പറയുന്നത് എമ്പുരാനാണ്. വളരെ വേഗം 100 കോടി ക്ലബിലേക്ക് വന്ന 2 ചിത്രങ്ങളാണ്. എമ്പുരാൻ ആദ്യത്തെ ദിവസം തന്നെ, 2ാമത്തെ ദിവസം തന്നെ 100 കോടിയിൽ വന്നു. തുടരും എന്ന ചിത്രം 5ാമത്തെ ദിവസം തുടരും എന്ന ചിത്രവും ഇതിൽ വന്നു. 9ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ആടുജീവിതം 100 കോടി ക്ലബിലേക്ക് വന്നത്. ബാക്കിയെല്ലാം തന്നെ വൈകിയാണ് 100 കോടി ക്ലബിലേക്ക് വന്നത്. അപ്പം ലാലേട്ടൻ്റെ എത്ര ചിത്രങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ 4 ഉള്ളൂ എങ്കിലും നമുക്ക് ചില ചിത്രങ്ങൾ, മോഹൻലാലിൻ്റെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, പുലിമുരുകനേ അല്ല. അത് നമുക്ക് ഓർക്കാം. 2016 സെപ്റ്റംബറിൽ MD രാമറാവു ജൂനിയറുമായിട്ട് ചേർന്ന് 40-50 കോടി ബഡ്ജറ്റിൽ ഒരു ചിത്രം ഇറങ്ങി, ജനതാ ഗ്യാരേജ് എന്ന് പറഞ്ഞ തെലുങ്ക് ചിത്രം. അന്ന് ആ ചിത്രം നേടിയത് 135 കോടി എന്നുള്ള
തുകയാണ്. അതാണ് ലാലേട്ടൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ 100 കോടി. അതിനുശേഷം പല അന്യഭാഷാ ചിത്രങ്ങളിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും 2023 ഓഗസ്റ്റ് 10 200 കോടി ബഡ്ജറ്റിൽ ഇറക്കിയ ജയിലർ രജനീകാന്തിനോടൊപ്പം അഭിനയിച്ചു. അത് ഏകദേശം 650 കോടി നേടി. ലാലേട്ടനും അതിനകത്തൊരു പങ്കുണ്ടായിരുന്നു. ലാലേട്ടൻ അങ്ങനെ 500 കോടി ക്ലബിലും കയറുന്ന ഒരു മലയാളിയായി മാറി. നമ്മുടെ വിനായകനും അതിനകത്ത് ഉപനായകനായിരുന്നു. അങ്ങനെ മലയാളികളുടെ ഒരു വിജയത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ജയിലർ എന്ന് പറയുന്ന ചിത്രം. അതുപോലെ 2019 സെപ്റ്റംബർ 20 വീണ്ടും ഒരു തമിഴ് ചിത്രം പിറക്കുന്നുണ്ട്. കാപ്പൻ എന്ന് പറയുന്ന സൂര്യയുമായി ചേർന്ന് മോഹൻലാൽ അവതരിപ്പിച്ച ചിത്രം. അത് ഏകദേശം 100 കോടിക്ക് മുകളിൽ നേടിയ ചിത്രമാണ്. ബഡ്ജറ്റ് 75 കോടിയായിരുന്നു. ചിത്രം പരാജയമാണെങ്കിലും 100 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ഈ 4 മലയാള ചിത്രങ്ങൾ കൂടാതെ മോഹൻലാലിൻ്റേതായി അന്യഭാഷയിൽ 300 കോടിയും കൂടി ഉണ്ട് എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. അപ്പം 100 കോടി ക്ലബിൻ്റെ തമ്പുരാനായി ലാലേട്ടൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം തുടരെ എന്ന ചിത്രം 100-ൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കളക്ഷൻ അതിഭീകരമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പോലും വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇന്ന് യാതൊരു രക്ഷയില്ലാത്ത കളക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം നോക്കിക്കാണേണ്ടത്, തുടരും എന്ന ചിത്രം നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷനിലേക്ക് മാറുമോ, കേരളത്തിൽ നിന്ന് ഒരു ചിത്രം നേടി ഏറ്റവും വലിയ കളക്ഷനിലേക്ക് മാറുമോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്നുകൊണ്ട് ഒരു 40 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് തുടരും എന്ന ചിത്രം കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 ദിവസം കൊണ്ട് 40 കോടി നേടിയ ഒരു മലയാള ചിത്രമായി തുടരും മാറുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കേവലം 89 കോടി 20 ലക്ഷം രൂപയാണ് 2018 ആ റെക്കോർഡ് തകർക്കാൻ. അതും കൂടെ തകർത്ത് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ മിക്കവാറും എല്ലാ റെക്കോർഡും ലാലേട്ടൻ്റെ പേരിൽ സ്വന്തമാകുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അല്ലേ? അതിനുവേണ്ടിയാണ് കാത്തിരിപ്പ്. അപ്പോൾ ആ ചരിഞ്ഞ തോളിൽ തന്നെയാണ് മലയാള സിനിമ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി എത്ര 100 കോടി ലാലേട്ടൻ തീർക്കും എന്ന് നമുക്ക് പ്രവചിക്കാനേ പറ്റത്തില്ല. പലരും 100 കോടിയിലൊന്നും പല മഹാനടന്മാരും എത്താത്ത സമയത്ത് പലരും 100 കോടിയിലൊക്കെ എത്തിയത് വളരെ പണിപ്പെട്ടാണ്. അതിനിടയിൽ ഒന്നും ഒക്കെ വന്നവരേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് 400 കോടിയുമായിട്ട് ലാലേട്ടൻ തിളങ്ങി നിൽക്കുന്നത്. പിന്നെ റെക്കോർഡ് എന്ന് പറയുന്നത് അടുപ്പിച്ച് 200 കോടി നേടിയ ലാലേട്ടൻ ഈ ചിത്രവും 200 കോടി എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ എല്ലാം ലാലേട്ടമയമായി മാറുന്ന മലയാള സിനിമ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. 100 കോടി നമുക്ക് ആഘോഷിക്കാം.